പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലെ അൽത്താരയിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ആകുലതകളും സങ്കടങ്ങളും എല്ലാം കർത്താവിനെ ഏൽപ്പിക്കാനുള്ള ക്ഷണമാണ്. കർത്താവ് സ്വീകരിക്കാനായി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക. നമുക്കൊന്ന് വലതുകരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന ദൈവമേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നാം സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയുക. എന്നോടൊപ്പം പറഞ്ഞ കർത്താവേ, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എന്നെല്ലാവരും ഹൃദയപൂർവ്വം പറഞ്ഞ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് ഒരുമിച്ചൊന്ന് ഒത്തിരി സ്നേഹത്തോടെ സ്വരമുയർത്തി ഒന്ന് വിളിച്ചാലോ? യേശുവേ. ഒരിക്കൽ കൂടെ വിളിച്ചാലോ? യേശുവേ. ഒരു നല്ല വിടുതൽ കിട്ടാൻ വേണ്ടി, ഒരു പൂർണ്ണമായ വിടുതൽ കിട്ടാൻ വേണ്ടി ഒന്ന് വിളിച്ചാലോ? യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മളുടെ മേലെ ആഞ്ഞടിക്കുന്ന പൈശാചികമായ അരൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും തിന്മയുടെ അരൂപികളെയും തകർക്കാൻ യേശുവല്ലാതെ വേറെ ആരുമില്ല. ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ യുവതീ-യുവാക്കന്മാരെയാണ്. അവർ പലരും തന്നെ നിർഭാഗ്യവശാൽ അറിഞ്ഞോ അറിയാതെയോ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോയി മാനസിക രോഗികളായി, വിഷാദ രോഗികളായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് എനിക്കൊരു അമ്മയെ അറിയാം. ഒരു 15 വയസ്സുള്ളൊരു മകൻ, അവൻ അറിയാതെ ലഹരി എടുക്കേണ്ടതായിട്ട് വന്നു. ഒറ്റ തവണ എടുത്തുള്ളൂ. പിന്നീട് അവൻ്റെ ജീവിതം, അവൻ്റെ കുടുംബം കീഴ്മേൽ മറിഞ്ഞു, താളം തെറ്റി. വളരെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം. ശരിക്കും ഇത് ആ കുടുംബം വിശ്വസിക്കുന്നത് ഒരു പിശാചിൻ്റെ ആക്രമണമായിട്ടാണ്. കാരണം അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് ആ അമ്മ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് മരുന്നിനോടൊപ്പം തന്നെ മന്ത്രവും വേണമെന്ന് ആ അമ്മ നിഷ്കർഷിക്കുന്നത്. അപ്പം നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് അനവധിയായ ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുവെന്ന് ഇന്ന് ആ അമ്മ എന്നോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. വേറെ അമ്മ വന്ന് പറഞ്ഞ, അച്ഛൻ, എൻ്റെ മകന്, അതും 15 വയസ്സുള്ള സമയത്ത് പെട്ടെന്ന്, അതായത് അവരൊരു ഫ്ലാറ്റ് വാങ്ങിച്ച്, ഫ്ലാറ്റ് ഒരു തിന്മയുടെ രൂപികൾ നിറഞ്ഞ ഒരു ഫ്ലാറ്റായിരുന്നു. അവർ വിശ്വസിക്കുന്നതാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വീട്ടിൽ പെട്ടെന്ന് കുറേ ഇരുള് നിഴല് കാണുന്നുണ്ട്, ഇതുമൂലമാണ്, അതൊരു സാത്താൻ്റെ ആവാസമുള്ള ഒരു ഫ്ലാറ്റിൽ താമസിക്കേണ്ടി വന്നു എന്നവർ വിശ്വസിക്കാം. അപ്പോൾ അവരുടെ കുഞ്ഞും 15 വയസ്സ് മുതൽ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റി മാനസിക രോഗിയായി, ഭയപ്പാടായി, ആകുലതകളായി. അങ്ങനെ നോക്കി ഇതേപോലെ എത്രയോ കുടുംബങ്ങളാണ് വിഷാദ രോഗത്തിനടിമപ്പെട്ട് അതോടെ ആ കുടുംബത്തിൻ്റെ താളം തെറ്റുകയാണ്. അവർ നല്ല മിടുക്കിയായിട്ടിരുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്നാണ് ലഹരിയിലൂടെയും തെറ്റായ ബന്ധങ്ങളിലൂടെയും പെട്ടെന്ന് പേടിച്ചതിലൂടെയൊക്കെ കടന്നു വരുന്ന ഒരു പൈശാചികത, ഒരു ബലമില്ലായ്മ, തളർച്ച, ക്ഷീണം. പ്രിയപ്പെട്ടവർ, ഇത് ഒട്ടുമിക്ക പിശാചു ബഹിഷ്കരണ ശുശ്രൂഷകർ പറയുന്നത് ഇത് തിന്മയുടെ ഒരു അറ്റാക്കാണ്, ഇത് സാത്താൻ്റെ ഒരു അറ്റാക്കാണ്. നിന്റെ കുടുംബം തകർക്കാൻ എപ്പോൾ വേണമെങ്കിലും ഏത് കുടുംബത്തിലേക്ക് ഇത് കടന്നു വരാം. ആയതിനാൽ നമ്മുടെ കുടുംബങ്ങളെ നിരന്തരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അത് നിരന്തരം വചനം വായിച്ചു കൊണ്ടിരിക്കണം.
നിരന്തരം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ വിവേകത്തോടു കൂടിയുള്ള കണ്ണുണ്ടാകണം. കുഞ്ഞുങ്ങൾ ഇപ്പോഴേ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് നുണ പറച്ചിലിനൊക്കെ അടിമയാകുന്നുണ്ട്. കാരണം ഈ ആധുനിക യുഗത്തിൽ സാത്താൻ കുഞ്ഞുങ്ങളിൽ ഈ നുണയുടെ ഒരു ദുരാത്മാവിനെ കൊടുക്കാറുണ്ട്. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഇത് തിരിച്ചറിയാതെ വരും. അവർ കരുതും ഞങ്ങളുടെ കുഞ്ഞ് സത്യം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് അധ്യാപകർ പറയുന്നത് അവർ കേൾക്കാറില്ല. മറ്റു മുതിർന്നവർ, ബന്ധുക്കൾ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരത് കേൾക്കാറില്ല. കാരണം അവരുടെ കുഞ്ഞുങ്ങളിൽ അവർ വിശ്വസിക്കാറുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഈ നുണയുടെയും കള്ളത്തരത്തിൻ്റെയും ദുരാത്മാവ് വന്ന് ഇറങ്ങിയിട്ട് അത് ശരിക്കും കുടുംബം തകർക്കാൻ വേണ്ടി വരുന്നൊരു പിശാചാണ്. ആ പിശാച് പല കുടുംബങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാറുണ്ട്. ഏറ്റവും അവസാനം എല്ലാം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോഴാണ് മാതാപിതാക്കൾക്കൊക്കെ സുബോധമുണ്ടാകുന്നത്. സാത്താൻ ആക്രമിച്ചപ്പോൾ തുടക്കത്തിൽ അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, തുടക്കത്തിൽ അത് തിരിച്ചറിയാൻ പറ്റാതെ മാതാപിതാക്കളുടെ കണ്ണുകളെ വരെ ബന്ധിച്ച് കളയാറുണ്ട് സാത്താൻ. മാതാപിതാക്കളുടെ ബുദ്ധിയെ ബന്ധിക്കാറുണ്ട്. യുവതിവാക്കന്മാരുടെ ബുദ്ധിയെ ബന്ധിച്ചിട്ടാണ് അവരെ പലപ്പോഴും പല വിധത്തിലുള്ള മദ്യത്തിന്, ലഹരിക്ക്, തെറ്റായ ബന്ധങ്ങൾക്ക്, തെറ്റായ അറിവുകൾക്ക്, തെറ്റായ ബോധ്യങ്ങൾക്ക്. ഇതിൻ്റെ തുടക്കമാണ് പ്രാർത്ഥന ഇല്ലാതാകുക, പള്ളിയിൽ പോകാതിരിക്കുക, ദൈവത്തെ വിളിക്കാതിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞിനെ പിശാച് കുഞ്ഞിനെ ആക്രമിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. എന്നിട്ട് വളരെ വിവേകത്തോടെ, വളരെ ജ്ഞാനത്തോടെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് വേണം കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാനായിട്ട്. അപ്പോഴേ കുഞ്ഞുങ്ങൾ, നമുക്ക് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്ക് നന്മ തിന്മകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ലോകത്ത് പലവിധ രൂപികളാണുള്ളത്. ലോകത്തിൻ്റെ അരൂപിയുണ്ട്, ചെകുത്താൻ്റെ അരൂപിയുണ്ട്, ദൈവത്തിൻ്റെ അരൂപിയുണ്ട്. അപ്പം ഇത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അപ്പം നിരന്തരം ഹോളി സ്പിരിറ്റിനെ ആശ്രയിച്ചാണ് ഈ ദുരാത്മാക്കളെ നമുക്ക് ബന്ധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ നമ്മളിൽ വന്ന് നിറയാനായിട്ട്. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവില്ലാത്തതാണ് ഒരു കുടുംബം ഇല്ലാതാകുന്നതിന് കാരണമാകുന്നത്. ഒരു സമ്പത്തുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, പലതും ഉണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ അവയെല്ലാം ശൂന്യമായി തീരും. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനങ്ങളിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നിരന്തരമായ ജാഗ്രത, നിരന്തരമായ പ്രാർത്ഥനാരൂപി, നിരന്തരമായ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, കൂദാശകളോടുള്ള സ്നേഹം, ദൈവത്തിലുള്ള ആശ്രയത്വം, ഇതാണ് ഇതൊരു സാത്താനെതിരെ നിരന്തരമായ യുദ്ധത്തിലാണ് നമ്മളെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കണം. അതിന് നിരന്തരമായ ജാഗ്രത നമ്മൾ പുലർത്തിയേ പറ്റുകയുള്ളൂ. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് 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 പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചോ. നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകളൊക്കെ പൊട്ടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സഹായക, പാരാക്ലീത്തോസ്, ഹെൽപ്പർ, സത്യത്തിൻ്റെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, നവീകരണത്തിൻ്റെ ആത്മാവേ, കൃപകളുടെ ആത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ, നാരകീയ ശത്രുക്കളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നിങ്ങൾ ദുഷ്ടസംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിലും ശക്തിയിലും നാമത്തിലും നിങ്ങളെ ശാസിക്കുന്നു.
ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദൈവത്തിൻ്റെ ചായലിൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുത്തതുമായ ദൈവമക്കളിൽ നിന്നും ദൈവത്തിൻ്റെ സഭയിൽ നിന്നും ഈ നിമിഷം ഇമ്മീഡിയറ്റായി വിട്ടുപോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ കുഞ്ഞുമക്കളിൽ നിന്ന്, അവരുടെ പഠനങ്ങളിൽ നിന്ന്, അവരുടെ സ്വഭാവങ്ങളിൽ നിന്ന്, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സാത്താനെയും അവൻ്റെ സകല ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. തിന്മയുടെ രൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, ആര് തന്നെ ആയിരുന്നാലും യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് അത്ഭുതകരമായ ഡെലിവറൻസ് നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. അത്ഭുതകരമായ വിമോചനം നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഈ ദേവാലയത്തിൽ ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെയാണ്. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ പ്രത്യേകം ഈ ദേവാലയത്തിലേക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒക്കെ ഓട്ടോറിക്ഷ വിളിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂള്, കോൺവെന്റ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വലിയ പള്ളിയാണിത്, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ. നിങ്ങൾ എഴുതുന്ന കത്തുകളെല്ലാം വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കത്തുകൾ എഴുതുമ്പോൾ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെന്റ് റോഡ്, കോഴിക്കോട് 32 എന്ന് നിങ്ങൾ എഴുതിയാൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ. അടുത്ത ചൊവ്വാഴ്ച അച്ഛൻ വ്യക്തിപരമായിട്ട് ആരെയും കാണുന്നതല്ല, കാരണം അടുത്ത ചൊവ്വാഴ്ച ഇവിടെ ശുശ്രൂഷയുണ്ട്. എന്നാൽ അടുത്ത ചൊവ്വാഴ്ച, അതായത് 19-ാം തീയതി ചൊവ്വാഴ്ച, ഞങ്ങളുടെ മെത്രാൻ്റെ കൂടെ ഞങ്ങൾ ഈ രൂപത വൈദികരെല്ലാം വേളാങ്കണ്ണിയിലായിരിക്കും. എങ്കിലും ഇവിടെ സിജു എന്ന് പറയുന്ന ഒരു യുവ വൈദികൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ഇവിടെ ശുശ്രൂഷ ഒരുക്കുന്നതാണെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ജൂൺ 13-ാം തീയതി അന്തോനീസ്നാളിൻ്റെ പെരുന്നാളാണ്. അന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ കണ്ണൂർ രൂപതയുടെ സഹായ മെത്രാൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഊട്ടുനേർച്ച തിരുനാൾ ആഘോഷിക്കുന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അച്ഛൻ്റെ നേതൃത്വത്തിൽ, എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പുതിയ അധ്യയന വർഷ ആരംഭ പ്രാർത്ഥനയാണ്. എന്നാൽ ജൂൺ 1-ാം തീയതി കുട്ടികൾക്കൊക്കെ സ്കൂൾ ആരംഭിക്കാം. അപ്പോൾ ഒരു പഠനം തുടങ്ങുന്നതിന് മുൻപ് അവർക്ക് വിശുദ്ധ തൈലം അവരുടെ തലയിൽ പൂശിക്കൊണ്ട് ഒരു പുതിയ അധ്യയന വർഷ പ്രാർത്ഥന നടക്കുന്നത് മെയ് മാസം 27-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെയാണെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.